ശ്രീ എം ലോറൻസ്. അദ്ദേഹം അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതായത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ 1964 അദ്ദേഹം പുതുതായി രൂപീകരിച്ച ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ ഒപ്പം മറ്റു പലരോടൊപ്പം CPIM-നോടൊപ്പം നിന്നു. AKG-യോടൊപ്പം AKG, EMS, EK നായർ, CH കണാരൻ, KR ഗൗരി, അഴീക്കോടൻ രാഘവൻ തുടങ്ങിയവരോടൊപ്പം അദ്ദേഹം CPIM-ലേക്ക് മാറി. ആ CPIM-ന്റെ നേതാവായിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറാവുന്നത്. അതായത് അഴീക്കോടൻ രാഘവന് ശേഷം VS അച്യുതാനന്ദന് ശേഷം PV കുഞ്ഞിക്കണ്ണന് ശേഷം MM ലോറൻസ് LDF-ന്റെ കൺവീനറായി. അദ്ദേഹം ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. എല്ലാ അർത്ഥത്തിലും എവിടെയോ വെച്ച് എങ്ങനെയോ CPIM-ന്റെ കേരള ഘടകത്തിന്റെ നേതൃത്വ നിലയിലുള്ള ചിലരുമായ അഭിപ്രായ ഭിന്നത ഉണ്ടാവുകയും അദ്ദേഹം ഉപരി കമ്മിറ്റിയിൽ നിന്നും മാറ്റപ്പെടുകയും ചെയ്യും. എങ്കിലും അദ്ദേഹം മരിക്കുന്നത് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ അംഗത്വം നിലനിർത്തിക്കൊണ്ടുപോകുന്നു. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത്. അദ്ദേഹം അപ്രതീക്ഷിത മരണമായിരുന്നില്ല. സുഖമില്ലാതെ കിടന്ന് അസുഖം മൂർച്ഛിച്ച് അങ്ങനെയാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നത്. ആ മരണത്തിന് കീഴടങ്ങിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന്മേൽ അവകാശവാദങ്ങൾ വന്നു. ആ അവകാശവാദങ്ങൾ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹം അവസാനത്തെ ശ്വാസം വരെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും, മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ മകളും നിന്നു. മകൾ ഇടക്കാലത്ത് BJP-യിലേക്ക് ചേരുകയും മകളുടെ മകനും ചേരുകയും അതിന്റെ സജീവ പ്രവർത്തന മേഖലയിലേക്ക് വരികയും ചെയ്യും. എന്നാൽ ലോറൻസ് ജീവിച്ചിരിക്കെ തന്നെ സാധാരണ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ചെയ്യുന്നത് പോലെ അദ്ദേഹവും തന്റെ ഭൗതിക ശരീരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് കൊടുക്കണം, അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് എന്റെ ശരീരം ഉപകരിക്കണം എന്ന് അദ്ദേഹത്തിന്റെ മകനോട് പറയുകയും അതനുസരിച്ചാണ് ആ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ മകനും CPIM-ന്റെ പ്രവർത്തകരും ചേർന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് തടസ്സവാദവുമായി അദ്ദേഹത്തിന്റെ മകൾ രംഗത്ത് വന്നത്. അതോടെ തടസ്സം രൂക്ഷമായി, അഭിപ്രായ ഭിന്നത രൂക്ഷമായി. അതിന് ഒരു തീരുമാനം എത്തുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സൂപ്രണ്ടും അടക്കമുള്ള ഒരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ചുകൊണ്ട് അവരുടെ ഇരുവരുടെയും അഭിപ്രായങ്ങൾ കേട്ടതിനു ശേഷം തീരുമാനമെടുക്കുന്നത് ഈ കമ്മിറ്റിയായിരിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഇതുണ്ടാവാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു. ജീവിതത്തിന്റെ നല്ല സമയം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തൊഴിലാളി വർഗത്തിനും അതുപോലെ തന്നെ പൊതുപ്രവർത്തനത്തിനുമെല്ലാം വിനിയോഗിച്ച ഒരാൾ മരിക്കുമ്പോൾ സാധാരണ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരാണ്. മാർക്സിന്റെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരാണ്. കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത പലരും ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. അവരിൽ പലരും തന്റെ അന്തിമ അഭിലാഷം, തന്റെ അവസാനത്തെ ആഗ്രഹം താൻ മരിച്ചു കഴിയുമ്പോൾ തന്റെ ഭൗതിക ശരീരം തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി സംഭാവന ചെയ്യണം എന്ന് തൊട്ടടുത്ത ബന്ധുക്കളോടോ മക്കളോടോ ഭാര്യയോടോ പറയാറുണ്ട്. അതല്ലെങ്കിൽ എഴുതി വെക്കാറുണ്ട്.
അതൊക്കെ സാധാരണ നടന്നു വരുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് എം ലോറൻസും അദ്ദേഹത്തിന്റെ മകനോട് തന്റെ മരണശേഷം തന്റെ ഭൗതിക ശരീരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി നൽകണമെന്ന് പറഞ്ഞത്. മരണശേഷവും തന്റെ പ്രയോജനമില്ലാത്ത, അതായത് ജീവൻ നഷ്ടപ്പെട്ട ശരീരം, ആ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഉപകരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ചിലരുണ്ട്. അക്കൂട്ടത്തിൽ പെടുന്ന ഒരാളായിരുന്നു എം ലോറൻസ്. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും അവശേഷിക്കുന്നില്ല എന്നും മറ്റ് പലതും പല രീതിയിലും മരണശേഷം അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതെല്ലാം അടിസ്ഥാനപരമായി അതിനുള്ള ഒരു ശാസ്ത്രീയ അടിത്തറ ഇല്ല എന്നതുകൊണ്ട് തന്നെ മിക്കവാറുമുള്ള പുരോഗമനവാദികൾ അവർ മരണാനന്തരം തന്റെ ഭൗതിക ശരീരം അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ സംഭാവന നൽകണമെന്ന് അടുത്ത ബന്ധുക്കളോട് പറയാറുണ്ട്, അല്ലെങ്കിൽ എഴുതി വെക്കാറുണ്ട്. അങ്ങനെയാണ് എം ലോറൻസും മകനോട് പറഞ്ഞത്. ആ ഭൗതിക ശരീരമാണ് മെഡിക്കൽ കോളേജിന് കൈമാറുന്നതിനെതിരെ അദ്ദേഹത്തിന്റെ മകൾ രംഗത്ത് വരികയും ആ മകളോടൊപ്പം തന്നെ ഒരു കൂട്ടം ആളുകളും ആ മെഡിക്കൽ കോളേജിന് നൽകുന്നതിനെതിരെ രംഗത്ത് വരികയും ചെയ്യും. അങ്ങനെ ആ ഭിന്നതയിൽ നിന്നാണ് പുതിയ കമ്മിറ്റി രൂപീകരിക്കുന്നത്. എന്ത് വേണമെന്ന് മകളുടെയും അഭിപ്രായം കേട്ടതിന് ശേഷം ആ വിദഗ്ധ സമിതി, മെഡിക്കൽ രംഗത്തുള്ളവരാണ് ആ വിദഗ്ധ സമിതിയിലുള്ള എല്ലാവരും, അവരുടെ തീരുമാനപ്രകാരം ആ ഭൗതിക ശരീരം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കും. അപ്പൊ ആ നിലയിലേക്ക് ഇത് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. പ്രത്യേകിച്ച് എം ലോറൻസിനെ പോലുള്ള തലമുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിന്റെ സൗന്ദര്യമുള്ള സമയം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തൊഴിലാളി വർഗത്തിനും വേണ്ടി വിനിയോഗിച്ച ഒരു മനുഷ്യൻ, ഒരു കമ്മ്യൂണിസ്റ്റ് മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന് വേണ്ടിയുള്ള അവകാശവാദം അത് അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹപ്രകാരം അതിൽ മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ മകന്റെ അഭിപ്രായത്തോട് പുരോഗമനപരമായി ചിന്തിക്കുന്ന ആരും എതിർ നിൽക്കുമെന്ന് തോന്നുന്നില്ല. എന്നാൽ എങ്ങനെയോ അദ്ദേഹത്തിന്റെ മകൾ അങ്ങനെ കൊടുക്കാൻ പാടില്ല, അദ്ദേഹത്തിന്റെ ഭാര്യ അന്ധവിശ്രമം കൊള്ളുന്ന പള്ളിയിൽ അതിനടുത്തായി അദ്ദേഹത്തെയും സംസ്കരിക്കണമെന്ന എന്ന വാദവുമായി അദ്ദേഹത്തിന്റെ മകൾ രംഗത്ത് വരികയും ആ ഭൗതിക ശരീരത്തിന് എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വരികയും ചെയ്തു. അങ്ങനെയാണ് ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചതും ആ കമ്മിറ്റി ഇരുകൂട്ടരെയും വിളിച്ച് ഹിയറിംഗ് നടത്തിയ ശേഷം ഒരു അന്തിമ തീരുമാനം എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ സംഭവം വളരെ മോശമായി പോയി എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. നന്ദി, നമസ്കാരം.